അങ്ങനെ നമ്മുടെ നികേഷ് സുഭാഷ് ഏട്ടനെ തിരക്കി വരുന്ന സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഗംഭീരമായിട്ട് ചാന്ദിനിയോട് സംസാരിച്ചും കൊണ്ടിരിക്കുകയായിരിക്കും. നികേഷ് വന്ന് വെള്ളം കുടിക്കുന്നതൊന്നും നമ്മുടെ സുഭാഷ് ഏട്ടൻ അറിയണ്ടാവില്ല. എന്തായാലും നമ്മുടെ നികേഷ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവിടേക്ക് പോകും. പിന്നെ നോക്കണ സമയത്ത് നമ്മുടെ സുധീഷാണെങ്കിലോ ഗായത്രിയോട് സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. പിന്നെ പുറത്ത് പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ഹരീഷും ഇങ്ങനെ ആരോടോ ഫോൺ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നികേഷിനാണെങ്കിൽ പ്രാന്ത് വന്നിട്ട് നമ്മുടെ നിധിയോട് പറയേണ്ട എല്ലാവരും ഫോൺ സംസാരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഞാൻ എത്രയും പെട്ടെന്ന് ഒരു ഗേൾ ഫ്രണ്ടിനെ നോക്കേണ്ടി വരുന്ന എനിക്കും ഇങ്ങനെ സംസാരിക്കാമല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ നീതി പറയണത് ഇപ്പോൾ നീ പോയി പഠിക്കുക, അല്ലാതെ ഇപ്പോൾ നിനക്ക് ഗേൾ ഫ്രണ്ട് അല്ല വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ എല്ലാവർക്കും ചോറും ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നീതി പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ ഞങ്ങളുടെ ടിഫിൻ ബോക്സൊക്കെ റെഡിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ റെഡിയാണ് മോളെ എന്നൊക്കെ പറയുന്നത്. എന്തായാലും നമ്മുടെ നീതി പറയുന്നുണ്ട്, ഞാൻ ഈ പാൽപാത്രം മാത്രം കഴുകി വയ്ക്കുക. സുഭാഷ് ഏട്ടാ പറഞ്ഞു, വേണ്ട മോളെ ഡ്രസ്സിൽ വെള്ളമാവും എന്ന് പറഞ്ഞിട്ട് അത് സാരമില്ല, ഇല്ലെങ്കിൽ വൈകുന്നേരം വരുമ്പോഴേക്കും ഭയങ്കര സ്മെല്ലാവും എന്ന് പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ നീതി ആ പാൽപാത്രം കഴുകി വയ്ക്കുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കുന്നത് ഇവരുടെയൊക്കെ ലഞ്ച് ബോക്സ് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതി ചോദിക്കേണ്ടത് എന്താ സുഭാഷ് ഏട്ടൻ മാത്രം ലഞ്ച് ബോക്സ് ആക്കാത്തെന്ന് ചോദിക്കേണ്ടത്. ആ സമയത്ത് നമ്മുടെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, ചാന്ദിനി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് കൊണ്ടുവന്നാൽ ഞാൻ കുറച്ചേ കഴിക്കണുള്ളൂ ഇത്ര, അതുകൊണ്ട് അവൾ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞത്, അതാ ഞാൻ ആക്കാത്തതെന്ന് പറയണമെങ്കിൽ അല്ല നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഞാൻ ആക്കാൻ എന്നിട്ട് അവളോട് കൊണ്ടുവരണ്ട പറയാമെന്ന് പറഞ്ഞത്. നമ്മൾ നീതി പറഞ്ഞ വേണ്ട അവൾ കൊണ്ടുവന്നോട്ടെ, നല്ല കുട്ടിയാണ് ചാന്ദിനി, നിങ്ങൾക്ക് പറ്റിയ കുട്ടിയാണ്, നിങ്ങൾ രണ്ടാളും കുറച്ച് ദിവസം പരസ്പരം സംസാരിച്ചിട്ട് മനസ്സിലാക്കൂ, എന്നിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വിവാഹം നടത്താമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സുഭാഷ് ഏട്ടനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നാണം വരുന്നുണ്ട്. നമ്മുടെ നികേഷ് കളിയാക്കേണ്ട. ആ സമയത്ത് പോടാ നീ ഒരു ചെറിയ കുട്ടിയല്ല, നീ ഇതിന് നിൽക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്തായാലും എല്ലാവരും കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നീതിക്കാണെങ്കിലോ ഇങ്ങനെ പിന്നെയും ബസ് സ്റ്റാൻഡത്തെ ഓർമ്മ വരുന്നുണ്ട്. അവിടെ ചെന്നാൽ ബസ് സ്റ്റാൻഡിൽ പോയി നിന്നാൽ ഈ സുധീഷിൻ്റെ പൊന്നാര മുഴുവനെ കാണേണ്ടി വരും. അതുകൊണ്ട് ഞാൻ സ്കൂട്ടി എടുക്കാൻ വിചാരിച്ചിട്ട് വേഗം ഉള്ളിൽ പോയിട്ട് സ്കൂട്ടർ ചാവി എടുത്തിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് ചോദിക്കേണ്ടത്, ഏടത്തിൽ നിന്ന് സ്കൂട്ടിയിലാണ് പോണത്, അതാടാ എനിക്ക് ആ ബസ് സ്റ്റാൻഡിൽ കാഴ്ച കണ്ട് നിൽക്കാൻ വയ്യ, ഞാൻ അതുകൊണ്ട് സ്കൂട്ടിയിൽ പോകാൻ തീരുമാനിച്ചു, എന്നാൽ ഏടത്തി പോയി വരും, നേരെ ശ്രദ്ധിച്ച് പോയി വരും എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മൾ നികേഷിനോട് പറയും, ഞാൻ ബായോ നിന്നെ ഞാൻ ബസ് സ്റ്റോപ്പിലാക്കാമെന്ന് പറയേണ്ടത്. എന്തായാലും നികേഷിനെ കയറ്റിയിട്ട് നമ്മൾ നിധി പോകുന്നുണ്ട് ബസ് സ്റ്റോപ്പ് വരെ. ബസ് സ്റ്റോപ്പിൽ കുറച്ച് സമയം ഉണ്ടിടാൻ, ഞാൻ നിനക്ക് ബസ് വരണ വരെ ഞാൻ ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നികേഷിനൊപ്പം നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷിനെ കാണാത്തതുകൊണ്ട് നമ്മുടെ ഗായത്രി വന്നിട്ട് നമ്മുടെ നിധിയോട് ചോദിക്കുന്നുണ്ട്, അല്ല എവിടെയൊന്നും സുധീഷേട്ടനെ കാണാനില്ലാന്നോ. അപ്പം ആ സമയത്ത് നികേഷ് പറയുന്നത്, ഞങ്ങൾക്ക് അറിയില്ല, എവിടെയെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗായത്രി വീണ്ടും നമ്മുടെ നിധിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സുധീഷ് ഏട്ടൻ്റെ ചേച്ചിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചേച്ചിയല്ല, ഞാൻ അമ്മായിയാണെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഗായത്രി ആണെങ്കിലും അത് വിശ്വസിച്ചിട്ട് പോയി നിൽക്കുന്നുണ്ട്. എന്തായാലും പിന്നെ നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത വിഷമം വന്നിട്ട് നികേഷിനോട് ചോദിക്കുന്നുണ്ട്, എടാ എന്നെയൊക്കെ കണ്ട അത്രയൊക്കെ പ്രായമുണ്ടോ, ഞാൻ സുധീഷിൻ്റെ ചേച്ചിയാന്നൊക്കെ തോന്നുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ഏടത്തി ഒന്നും മുണ്ടാതിരുന്നിട്ട്, ആ പെണ്ണിന് വട്ടാണ്, ആ പെണ്ണിനെ കണ്ടാൽ ഏടത്തിയെക്കാട്ടിലും പ്രായം തോന്നിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആ സമയത്താണെങ്കിലും നമ്മുടെ സുധീഷ് ബൈക്കും കൊണ്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങളൊക്കെ എപ്പോൾ എത്തി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. നിധി പറയുന്നുണ്ട്, എടാ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വേഗം സ്കൂട്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നികേഷ് സുധീഷിനോട് പറയേണ്ട, ഏട്ടൻ ഒരു പരിധി വിടുന്നുണ്ട്, ഇത് ശരിയല്ല എന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയേണ്ട, എടാ ഈ ഗായത്രി എനിക്കൊരു ഇര മാത്രമേ ഉള്ളൂ, എന്നെ നീതി സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുരുപ്പ് ചീറ്റ് മാത്രമാണെന്ന് പറയുന്നത്. എന്തായാലും നികേഷ് പറയേണ്ടത് എന്താ വെച്ചാൽ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് നികേഷും പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ നീതി ഓഫീസിലെത്തിയിട്ട് അവൾ പ്രൊജക്റ്റൊക്കെ ചെയ്യുന്നിട്ട് നമ്മുടെ സിദ്ധാർത്ഥ് ഇങ്ങനെ വരുന്നുണ്ട്. അവളും ദിവ്യയും കൂടി ഇരുന്നിട്ട് കോഫി കുടിക്കുന്നിടത്ത് നമ്മുടെ സിദ്ധാർത്ഥ് വരുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥ് പറയുന്നത്, എന്നാൽ നീതി ലഡ്ഡു എന്ന് പറഞ്ഞിട്ട് നീതിക്ക് ലഡ്ഡു ഒക്കെ കൊടുക്കേണ്ടത്. എന്താ സാറേ എന്ന് പറയുന്ന സമയത്ത്, നീ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ലഡ്ഡു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സിദ്ധാർത്ഥ് നിധിയോട് ചോദിക്കുന്നുണ്ട്, നമുക്ക് രണ്ടാൾക്കൊന്ന് വൈകുന്നേരം പുറത്ത് പോയിട്ട് ഒരു കോഫി കുടിച്ചാലോ, കുറച്ച് ദൂരമാണ്, നല്ല കോഫി കുടിക്കാൻ പറ്റിയ ഷോപ്പാണെന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മൾ നീതി പറഞ്ഞത്, എനിക്ക് കുറച്ച് വൈകുന്നേരം വീട്ടിൽ ജോലി ഉണ്ട് എന്ന് പറയേണ്ട. എന്തായാലും സിദ്ധാർത്ഥ് പറയേണ്ട, ആയിക്കോട്ടെ ഇനിയൊരു ദിവസം ആവാമെന്ന് പറഞ്ഞ് നീട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദിവ്യ നീതിയോട് പറയണ്ടേ, നിന്നെ മാത്രമേ ഉള്ളൂ സിദ്ധാർത്ഥ് സാർ വിളിക്കുന്നുണ്ട്, എന്തോ നിനക്കും സിദ്ധാർത്ഥ് സാർക്ക് എന്തോ തമ്മിൽ ഒരു ഇത് ഓടുന്നുണ്ടെന്ന് പറയേണ്ട. ആ സമയത്ത് നമ്മൾ നീതി പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല, വെറുതെ എൻ്റെ മൂഡ് കളയാൻ നിൽക്കണ്ട, എനിക്കും സിദ്ധാർത്ഥം തമ്മിൽ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ സുധീഷിൻ്റെ കാറിൽ AC വർക്കാവണില്ല, അവൻ വേഗം ചെല്ലുന്നത് നമ്മുടെ ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ്. എന്നിട്ട് പറയേണ്ട, എടാ നീ ഒന്നും നോക്കുക, എൻ്റെ കാറിൻ്റെ AC എന്താണെന്നാവോ ഓടാത്ത, ആൾക്കാരൊക്കെ കയറണവരൊക്കെ പറയണ്ടേ ചുട്ടിട്ട് വയ്യ, എനിക്കും AC ഇല്ലാതെ വയ്യ, ഒന്ന് നോക്കുക എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഹരീഷ് നോക്കാൻ ശ്രമിക്കുന്നുണ്ട്, ടൂൾസൊക്കെ എടുത്തിട്ട് വന്ന് നോക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.